ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഞാനിന്ന് ഒരു സിമ്പിളായിട്ടൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ നമുക്കൊരു ബിരിയാണി സെറ്റ് ചെയ്യാം. അതെ, നമ്മളൊരു കുക്കർ ബിരിയാണി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫുള്ളായിട്ടുള്ള ലെഗ് പീസായിട്ട് അവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൽ ആദ്യമായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുരുമുളക്, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് തൈര് കൂടി ചേർത്തിട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ബേ ലീവ്സ്, കുരുമുളക്, പട്ട, ജീരകം, ഏലക്ക എന്നിവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി വാടുന്നവരെ ഇളക്കി കൊടുക്കുക. സവാള ഒരുവിധം വാടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനിടയിൽ ഇത് വാടുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാവേ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി അരിയാണ് കേട്ടോ. 1 കപ്പ് ബസുമതി അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊന്ന് ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടുന്നതിന് നല്ലതാണ്. എൻ്റെ ഇവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ നമ്മളോട് ചേർക്കുന്നില്ല കേട്ടോ. മല്ലിയില എന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. അതിനുശേഷം 1 വിസിൽ കേൾപ്പിച്ച് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്